തമിഴ്നാട് സ്കൂളൊക്കെ വിട്ട് ഇതാണ് തമിഴ്നാട് ഗവൺമെന്റ് സ്കൂൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ബാക്കി സെക്കൻഡ് പാർട്ട് നമ്മളങ്ങനെ ചിന്തിച്ച് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ബോർഡ് കാണിക്കാം. മുകളിലേക്ക് പോയാലോ കുറച്ച് ഇറങ്ങി വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനോ. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം തിരുമലക്കോവിൽ. നമ്മളിപ്പോ വിചാരിച്ചു നമുക്ക് തിരുമലക്കോവിലിൽ പോവാം. ഭക്തിമാർഗം. അതെ, ഭക്തിമാർഗം ആകാന്ന് വിചാരിച്ചു. എനിക്ക് വെച്ചൊരു കോൾ വന്നു. ഭക്തിയായിട്ടും നമ്മൾ പുഷ്പ ജ്യൂസ് ചിത്രീകരിച്ച നമ്മുടെ സ്വന്തം ശ്രീവള്ളി ചിത്രീകരിച്ച ഇവിടെ മൊത്തം ചക്ക ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചക്ക എല്ലാം കൂടെ ഇങ്ങോട്ടാണ് കയറ്റിയിരിക്കുന്നത്. ചക്ക കാണുന്നുണ്ടോ നിങ്ങൾ? അതാണ് തിരുമലക്കോവിൽ. നമ്മൾ അതിന്റെ വഴിയിലാണ് കേസ് പോകുന്നത്. ഭയങ്കര ഫ്രെയിമുകളാണ് ഇവിടെ അല്ലേ? തമിഴ്നാട് ഒരു ഗ്രീനറി ഫ്രെയിമിന് തമിഴ്നാട് കഴിഞ്ഞിട്ട് വേറെ എന്തോ നല്ല ചൂടാണ്. നല്ല പൊള്ളുന്ന ചൂടെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തൊലി കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ കൈസ് പറയണം, ഭയങ്കരമായിട്ട് കൈസ് പറയണം. അതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാം. കൈസ് ഒരു എങ്ങനെ ഇരിക്കണം? അയ്യോ പട്ടി വേണ്ട. അപ്പോ മേളിൽ പോകുന്ന വഴി കാണിച്ചു തരാം. മേളിൽ പോകാൻ നേരം മേളിൽ കയറാൻ വേണ്ടിയിട്ട് 50 രൂപ ടിക്കറ്റ് എടുക്കണം. കാറിന് 50 രൂപ, 75 രൂപ, ബൈക്കിന് 20 രൂപ. ഇവിടെ നടന്നു കയറാൻ പറ്റും. നടന്നു കയറാൻ ഫ്രീയാ. നടന്നു കയറാൻ ഫ്രീ ആണ്. പക്ഷേ ഈ ഇരിക്കുന്ന 3 പേരും നടക്കാൻ മടിയും. നല്ല വണ്ടി സേഫ് അല്ല. അതെ, വണ്ടി സേഫ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ കുഴപ്പമൊന്നും. അങ്ങനെ നമ്മളിവിടെ കയറുവാണ്. കുറെ ആൾക്കാരൊക്കെ നടന്ന് കയറുന്നുണ്ട്. നമുക്ക് നമ്മള് വണ്ടിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചു നേരം തമിഴ്നാട്ടിലെ കാറ്റ് കൊള്ളാം. ഇതെല്ലാം പാറ പൊട്ടിച്ചുണ്ടാക്കിയ വഴിയാണ് കേട്ടോ. കണ്ടോ ഈ സൈഡിലൊക്കെ പാറ അല്ല, ഇത് ഇവിടെ ഈ മേലോട്ട് പോകുന്ന വഴിയെല്ലാം പാറ പൊട്ടിച്ച. ചോദ്യമില്ല ഇതിനകത്തൊന്നും. ഞാൻ പറയുന്നതാണ് സംഭവം. അതെ, ഇപ്പഴാണ് കേസ് റോഡ്. 10 വർഷം കാറ്റുണ്ട്, പക്ഷെ അതുപോലെ വെയിലുണ്ട്. നല്ല ചൂടുണ്ട്, പക്ഷെ അതുപോലെ കാറ്റും. ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് പ്രകൃതി ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം. തിരുമലക്കോവിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. തിരുമലക്കോവിൽ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു തിരക്കുണ്ടല്ലേ? ഇനി കാറ്റായതുകൊണ്ട് ഇനി എന്താ കേൾക്കുന്ന അവസ്ഥയൊക്കെ കുറച്ച് പാടായിരിക്കും. സംസാരിക്കുന്നില്ല, അതായിരിക്കും നല്ലേ. ഗൈസ്, ഫണ്ടിൽ നിന്ന് ഫോൺ എടുക്കാൻ മറന്നുപോയേ. അഭിരാം നടന്നു പോകുന്നതാണെന്നില്ലേ? നമ്മൾ വന്നപ്പോൾ ഇച്ചിരി നേരത്തെ പോയി. ഇവിടെ കുറേ ആൾക്കാർ. അതെ, 4:30 തുറക്കത്തുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് അത്ര നേരം കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഇവിടെ ചിൽ ചെയ്യാം. അകത്താ ക്യാമറ ആണോ? എന്തായാലും ഇപ്പോൾ എടുത്തു, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ക്യാമറ ഫോൺ ക്യാമറയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. വെജിറ്റേറിയൻ ആയിരിക്കും. പിന്നെ അമ്പലത്തിലാണ് സഹവാസം. വെജിറ്റേറിയൻ ലഡു, മഞ്ഞ ലഡു, 2 ലഡു, ശർക്കര ലഡു, മഞ്ഞ ലഡു 10 രൂപ. ഇങ്ങ് മലമുകളിൽ വന്നിട്ടും ചായ.
ചായക്ക് 10 രൂപ വലിയ ഗ്ലാസ്. ചായ കുടിക്കട്ടെ. ഞങ്ങൾ ഭക്തി നിർഭരമായി ഒരിടം തൊഴുതു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത തെങ്കാശി നൈറ്റ് നല്ല സൂപ്പറാന്ന് പറയുന്നത്. ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര ഇതൊക്കെ വലിയ സെറ്റപ്പ് ആണെന്ന് പറയുന്നത്. നമ്മളെ നൈറ്റ് തമിഴ്നാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നൈറ്റ് നമ്മള് തമിഴ്നാട്ടിൽ പോയി ഒന്ന് കാണാൻ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അതെ, നമുക്ക് വേറെ നമ്മുടെ പ്ലാനൊന്നും ഇതുവരെ ഇല്ല. പോകുന്ന വഴി ഉണ്ടായിക്കൂടാന്നില്ല. എന്തായാലും തെങ്കാശിക്ക് പോവാണ്, മനസ്സിലല്ലേ? തെങ്കാശിക്ക് പോയിട്ട് ഇറങ്ങി പോവാണ് ഗൈസ്. കാറ്റ് ഒടുക്കാത്ത കാറ്റല്ലേ. അതുകൊണ്ട് നമ്മുടെ അമ്പലത്തിനകത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിനകത്തല്ല, മീൻസ് വെളിയിലൊന്നും നമുക്ക് നിന്ന് വീഡിയോ എടുക്കാൻ സംസാരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഭയങ്കര കാറ്റ്. അതുകൊണ്ടാണ് ഗൈസ് ഉള്ള വീഡിയോസ് നമ്മൾ ഇത് കാണിച്ചേക്കുന്നത്. അതെ, ഭയങ്കര കാറ്റ്. ഞാൻ ഉള്ള വീഡിയോസിനകത്ത് കുറച്ച് പാട്ട് കുത്തി കയറ്റിയിട്ട് ശരി ഗൈസ് നമ്മളെല്ലാം എടുത്തു, പക്ഷേ മൈക്ക് എടുക്കാൻ പറഞ്ഞു. അതാണ് പറ്റിയത്. പ്രശ്നമില്ലായിരുന്നു. കാരണം നമ്മളിത് നമ്മുടെ പ്രയോറിറ്റി മറ്റേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളൊന്നും എടുത്തില്ല. ആപ്പാടെ ഫോൺ മാത്രമേ ഉള്ളൂ. ഫോൺ മാത്രമുണ്ട് സത്യം. ഫോണിന്റെ ആവും പിന്നെ അത് പ്രസന്റേഷൻ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ സെങ്കോട്ടയിലെത്തി ഗൈസ്. സെങ്കോട്ടയിൽ നിന്ന് നമ്മൾ തെങ്കാശിക്ക് പോകാനുള്ള കുറ്റാലം അവിടെ വണ്ടിയില്ല. തെങ്കാശി പോകുന്ന ഇത് അവിടുത്തെ ആശുപത്രി, ഇവിടുത്തെ സിനിമാ തിയേറ്റർ ഇത് അടച്ചുപോയി. ഇപ്പോൾ ഞാൻ റഹ്മത്ത് ഹോട്ടൽ കാണിച്ചുതരാം ഗൈസ്. റഹ്മത്ത് ഹോട്ടലിലാണ് ബോട്ടർ ചിക്കൻ കിട്ടുന്നത്. തീർച്ചയായും നമ്മൾ ബോട്ടർ ചിക്കൻ തിന്നാം ഗൈസ്. ഇവന്റെ മെയിൻ ഉദ്ദേശം തന്നെ തിന്നാൻ ഇറങ്ങിയത്. ഇവനെയൊക്കെ കൊണ്ടാണല്ലോ. ഇവിടുത്തെ ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ട്രാഫിക് ലൈറ്റ് ഈ വഴി പോയാൽ കുട്രാലം, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോകുമ്പോഴാണ് തെങ്കാശി. ഇവിടെയാണ് മധുരൈ ജിഗർദണ്ഡ. ഇവിടെ സൂപ്പർ ജിഗർദണ്ഡയാണ്. ഇത് കഴിഞ്ഞ് നാണ്ട് ഈ കാണുന്നതാണ് റഹ്മത്ത് ഹോട്ടൽ. ഭയങ്കര തിരക്ക്. ഇത് മൊത്തം മലയാളികളുടെ വണ്ടിയാണ്. ഫുൾ കെയർ. ഇവിടെ എല്ലാം പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഇച്ചിരി ഹൈജീനിന്റെ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് നല്ല ഒരു വട്ടം ട്രൈ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ചിലർ ഈ ഓവർ ഹൈപ്പ് കാരണം വരുന്നോണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഉണ്ട്, നല്ല സാധനമാണ്. അതിന്റെ ഇപ്പുറത്തൊരു കടയുണ്ട്. അവിടെയാണ് നമ്മള് കയറി കഴിക്കാൻ പോകുന്നത്. തെങ്കാശിയിലേക്കുള്ള യാത്ര ഇതാണ്. തെങ്കാശിയിലുള്ള വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ് നമ്മുടെ പുതിയ വീഡിയോ റിലീസ് ആവും. എല്ലാവരും കയറി കാണണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് നമുക്ക് 100 വ്യൂസ് ഉണ്ട്, പക്ഷെ ആ പാടെ കിട്ടുന്നത് 70 സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതെ, നിങ്ങൾ 300 പേര് കാണുന്നില്ല, നിങ്ങൾ 300 പേര് ലൈക്ക് ചെയ്യും. ഞങ്ങൾക്ക് മോട്ടിവേഷൻ അല്ലേ? ഈ അപ്പച്ചന്റെ കൂട്ടി ഞങ്ങൾ ഏകാന്തരായി ഇരിക്കുമല്ലോ. അതുകൊണ്ടാ ഒരു മറ്റേ ആട്ടം കൂട്ടും. നമുക്കിനി കുറച്ചു നേരം നഗരവീതിയിൽ നിന്ന് ഫ്രണ്ടിൽ വന്ന് ഇവിടെ വണ്ടി ഇടാനുള്ളൊരു ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ എങ്ങും സ്ഥലമില്ല കണ്ടോ, ഒരു തുള്ളി സ്ഥലമില്ല. അതിലെങ്ങും ഇടാൻ പറ്റത്തില്ല. ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ മൊത്തം. ആൾക്കാരൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് കേസ് നോക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വണ്ടി ഇടാൻ ഒരു സ്ഥലം തപ്പി നടക്കുക. ഇത്ര ഒരു സ്ഥലത്ത് വണ്ടി ഇടാൻ കിട്ടി. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഇവിടെ വണ്ടി ഇടാൻ നമ്മളൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ ഇവിടെ വണ്ടി ഇടാൻ പറ്റുമോ എന്ന്. അവിടെ വിളിക്കുന്ന പോലീസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇതൊരു സ്ഥലമൊക്കെ കിട്ടി. അങ്ങനെ അമ്പലത്തിനകത്തോട്ട് കയറിയിട്ട് ഭയങ്കര തിരക്ക്.
ഫോണൊക്കെ അല്ല അവിടെ ഗ്ലോബൽ നോക്കണമായിരുന്നു. അനുഭവം കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. ഇതിന്റെ ലൈറ്റൊക്കെ ഒന്ന് കത്തട്ടെ, എന്നിട്ട് പോവാം. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെറ്റ് ആക്കട്ടെ. അങ്ങനെ അമ്പലത്തിന് നേരെ ബാക്കിൽ ഇവിടെ ഒരു ഫേമസ് അലുവക്കടയുണ്ട് കേട്ടോ. ആ അലുവക്കടയിൽ വന്നിട്ട് ഭയങ്കര തിരക്ക്. ഇവിടെ വന്ന് കുറച്ച് അലുവി സ്വീറ്റ്സൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വന്നയാ. ഇവിടെ ആണ് ഭയങ്കര കച്ചവടം കേട്ടോ. എല്ലാം കുറേ സാധനങ്ങളാണ്. ഇത് മറ്റേത് മറിച്ചതെല്ലാം ഉണ്ട്. ഈ കടയാണ് പക്ഷെ കുറച്ചുകൂടെ ഫേമസ്. അതുകൊണ്ട് ഇവിടെ വന്നാണ് നമ്മൾ മേടിക്കാറ്. ഭയങ്കര തിരക്കാണ് ഗൈസ് ഇവിടെ. അപ്പം പിള്ളേർ രണ്ടുപേരുടെ സാധനം മേടിക്കാൻ കയറിയിട്ടുണ്ട്. ഇതാണ് ശ്രീ ലക്ഷ്മി വിലാസ്, ശ്രീകൃഷ്ണ വിലാസ്, പെരിയ ഹൽവ കട. തിരുനെൽവേലി ഹൽവ മാതിരി ഫേമസ് ആണ് ഗൈസ്. തമിഴ്നാട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ ഫ്രണ്ടിൽ ഇതാണ് ഗൈസ് കട. ഗൈസ് ഇത് നോക്ക് ഗൈസ്, സാധനം കിട്ടി. ഇത് കിട്ടി, ഹലുവ കിട്ടി ഗൈസ്. ഇനി ഇവർ ട്രൈ ചെയ്യട്ടെ. അതെ, അഭിരാമ കഴിച്ചു, റിയാക്ഷൻ കണ്ട് ഫ്ലഫി ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിക്കുമോ, സമയമില്ല. മധുരമില്ല, ഭയങ്കര മധുരമില്ല, സൂപ്പർ സാധനം. ഉറപ്പല്ലേ? ട്രൈ ചെയ്യേണ്ട സാധനമാണ്. വലിയ മധുരമില്ല. നമ്മൾ അവിടെ കിട്ടുന്ന വെറും പഞ്ചസാര ഇട്ടിട്ടില്ല. കൊള്ളാം കേട്ടോ. കഴിച്ചിട്ട് വരാം. മസ്റ്റ് ഫ്രൈ സാധനം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഫ്രൈ. അഡിക്റ്റ് ആവും നമ്മൾ. ഈ തിരക്കിനുള്ള സാധനം ഉണ്ട് കേട്ടു. എന്നെങ്കിലും മധുരം വന്നാലും ഇവിടെ വരണം. വീട്ടിലേക്ക് വല്ലതും മേടിക്കണ്ടേ. വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്. 1904 തുടങ്ങിയ കടയാണ്. അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രം കഴിച്ചിട്ട് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ സംഭവം വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ സംഭവം സൂപ്പറാണ്. ആൾക്കാരെല്ലാം മേടിക്കുന്നു. നമ്മളിതിന് ഗൈസ് കിട്ടി. ഞങ്ങൾ മൈസൂർ പാക്ക് മേടിച്ചോ. വെരി ഗുഡ് ഗൈസ്. അപ്പൂപ്പൻ എല്ലാവരും കഴിക്കുന്നുണ്ടോ? അടുത്തതായി നമുക്ക് പാൽപ്പേട മേടിക്കാൻ വേണ്ടി അഭിരാം പോയിട്ടുണ്ട്. അഭിരാമിന്റെ സ്കിൽ എന്താണെന്ന് നമുക്കിപ്പോൾ കാണാം. കൊറേ മധുരം തിന്നുന്നുണ്ട്. ഇതെന്തുവാ? ഇതെന്തിനാ പേടയെന്ന് പറഞ്ഞു? മിൽക്ക് പേട. നീ പോയി ചോദിച്ചോ. കാക്കലേക്കട് എത്ര കാക്കിലോ? 80. 230 രൂപയുണ്ട്. 500 ചെലവാക്കി. 500 രൂപ ചെലവാക്കി. മധുരമില്ല ഓൺലൈനിൽ. സാധനത്തിന് മധുരമില്ല കേട്ടോ. അപ്പോൾ ഈ കട ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് ഇറക്കണമെന്ന്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നേരെ ബാക്കി കട. അടുത്ത സാമ്പാർ വട കയറ്റാന്നും പറഞ്ഞിട്ട് വന്നേക്കും. ഇവിടെ വടയുണ്ട്, കേസരി ഉണ്ട്, എന്താണ് സാമ്പാർ വടയുണ്ട്. ചൂട് സാമ്പാർ. ഹലോ പൈസ വരാമേ ചൂടുണ്ടോ? ഹലോ പൈസ അപ്പം സാമ്പാറെ കുളിച്ചെടുക്കണം. ഇതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലം. ഇത് മസ്റ്റാണ് ഗൈസ്. ഇവിടെ ലൈറ്റ് ഇട്ടല്ലോ ഒരു ഗൈസ്. എവിടെ? അമ്പലത്തിന്റെ അടുത്ത് പൊറോട്ട ബീഫ്. ടിപ്പിക്കൽ മലയാളി. നമ്മൾ ഈ ലൈറ്റ് കാണാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. പക്ഷെ അവർ ലൈറ്റ് ഇടുന്നില്ലെന്ന്. പക്ഷെ നല്ല വ്യൂ, നല്ല കാറ്റ്. കുറച്ച് നേരം കൂടെ വായി നോക്കി ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് പോവാ.
കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരിപാടി പരിപാടിയെ കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് പ്രശ്നമുണ്ട്. അമ്പലത്തിൽ ലൈറ്റ് ഇട്ടിട്ടില്ല, ചുറ്റും ലൈറ്റ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അതിനുള്ള ലൈറ്റ് ഇല്ല. അപ്പം ഇവിടുന്ന് പോവാണ്. വിശക്കുന്നു. ഇനി അടുത്ത റഹ്മത്തിലോട്ടൊരു പോക്കാണ്. അവിടെയാണ് ഇനി ബാക്കി. അതെ, അവിടെയാണ് ഇനി ബാക്കി. എന്താന്ന് വെച്ചാൽ നോക്കണം. ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഭയങ്കര കണ്ടോ വരുന്നുണ്ടോ അതിനൊക്കെ ഭയങ്കര വണ്ടി ഓടിക്കുന്ന ഭയങ്കര ഇഷ്യമായിട്ട് ഇവരെല്ലാം വന്ന് ഇടിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ റഹ്മത്തിലെത്തി ഗൈസ്. ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു. തമിഴ്നാട്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കട അപ്പുറത്തെ സൈഡിലാണ്, നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ്. ഇവിടെ കയറാല്ലേ? എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ബൺ പൊറോട്ടയും പിച്ചപ്പോട്ട് കോഴിയും നോർമൽ കോഴി. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അഭിരാം ആദ്യമായിട്ടാണോ കഴിക്കുന്നത്? അല്ല, ഇവിടെ ഒരു അപ്പുറത്ത് വന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടല്ലേ? ഇവിടെ കുറച്ചുകൂടെ ഹൈജീനിക്കാണ്. പക്ഷെ പൊറോട്ട അടിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞ സാധനങ്ങളിൽ രണ്ടെണ്ണം വന്നു. പൊറോട്ട വെച്ച് ബാക്കിയെല്ലാം വന്നു. ഇത് പിച്ചിക്കോഴിയോ? ഇതാണ് പിച്ചിപ്പോട്ട കോഴി. ഇത് ബോർഡർ ചിക്കൻ. അത് ബോർഡർ ചിക്കൻ. ഇത് അതിൻ്റെ കൂടെ എന്തോ കിട്ടുന്ന ഗ്രേവി, സാലഡ്. അതെന്തിനത്? പൊറോട്ട ഗ്രേവി. പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഇത് പിച്ചിപ്പോട്ട കോഴി, പിച്ചിപ്പോട്ട് സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. എങ്ങനെയുണ്ട്? അഭിനമ്പറ കഴിച്ചിട്ട് പറ. നല്ല കുരുമുളക് ഉണ്ടല്ലേ? എൻ്റെ ഒരു മണം ഇവിടം വരെ അടിക്കുന്നുണ്ട്. അല്ലേ? നല്ല ഉപ്പും കുരുമുളകും കേട്ടോ. നിൽക്കുമ്പോഴേ പോകുന്ന വഴി എല്ലാം അറിയുന്നുണ്ട്. അതാണ് രാവിലെ അറിയാം കൃത്യമായിട്ട് എന്താ പ്രശ്നം. അതൊക്കെ പിന്നെ പൊറോട്ട വരാൻ കാത്തിരിക്കുന്നു. പൊറോട്ട വന്നിട്ട് അതെ, ഇലയൊക്കെ കഴുകി ഇവിടെ ഇരിക്കും ഒരാള്. ഇതൊക്കെ എന്ത്? നല്ല ചൂടുണ്ട് കേസ്, നല്ല ചൂടുണ്ട്. ഇതിലിങ്ങനെ വെക്കുക. ഈ സാധനം കുറച്ചിങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് എടുക്കുക. കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം കുറച്ച് കൂടിയിട്ടുണ്ട്. വേറെ പ്രശ്നം കൊള്ളാല്ലേ? ഇതല്ലാതെ തന്നെ ഇതിൻ്റെ സൂപ്പർ കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ഇതല്ലാതെ തന്നെ എന്നാ നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് അഭിരാം ബ്രോ? കൊള്ളാം. ഇഷ്ടപ്പെട്ട് മസ്റ്റ് ട്രൈ ആണോ? വൺ ടൈമിനുള്ള കുഴപ്പമുള്ളല്ലേ? കുറച്ച് ഉപ്പും കുരുമുളകും ഭയങ്കര കൂടുതലാണ്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് വ്യത്യാസമായിട്ട് തോന്നുന്നത്. എന്തൊക്കെ വന്നാലും പൊറോട്ടയും ബീഫിനൊക്കെ ഒന്നും കഴിക്കില്ല. ശരിയാ, ദേശീയ ഭക്ഷണം. അപ്പോൾ ഇത് കഴിച്ച് തീർക്കത്തില്ല. ഇനി ഒരു സാധനം വരാറുണ്ട്, മുട്ട കലക്കി. അതവിടെ വന്നിട്ടും കഴിക്കാം. ഇതാണ്ട കേസ് അങ്ങനെ മുട്ട കലക്കി വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു സൈഡിൽ ഞാനില്ല. ഒരു കഷ്ണം പൊറോട്ട, കുറച്ച് സാലഡ് ഇങ്ങനെ വെക്കുക. ഇടക്കൂട്ടി കഴിക്കുക. ഇച്ചിരി സാലഡ് ഇഷ്ടമുള്ളത് വെക്കുക. അത് ചോറ് മുട്ട ഇഷ്ടമുള്ളത് മുട്ട ഇഷ്ടമുള്ളവർക്ക് നല്ല ഗംബ്രോയുടെ മുട്ടക്കലക്കി. ഇത് കാണുമ്പോൾ ഞങ്ങളുടെ ജിം ട്രെയിനർ കാണുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ലീവാണ്. ഇന്ന് ലീവാണ്, അതുകൊണ്ട് ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ചീട്ട് കേസ്. ആഴ്ച ഒരു ദിവസമൊക്കെ അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ബാക്കിയെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. അഭിരാം എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? അതാണ് ആ രസം. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മൂക്കിൽ കൂടെ ഇങ്ങനെ പനി ഇറങ്ങും. സാധാരണ എല്ലായിടത്തും ടിഷ്യൂ വെക്കുന്നതാണ്, നമ്മുടെ ടേബിളിൽ ഇല്ലായിരുന്നു. ഇത്രയും കൂടെ കഴിച്ചിറങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മൾ റഹ്മത്തിൽ നിന്ന് ഇറങ്ങി
അടുത്ത ഓപ്പോസിറ്റ് പോയി ജിഗർദണ്ഡ കുടിക്കാം. അല്ലെങ്കിൽ തോന്നുന്നു ഞാൻ ഫ്രണ്ടിൽ പോയി കറങ്ങി വരാം കേട്ടോ. നിങ്ങൾ ചാടിയത് പോയി ഒരു ജിഗർദണ്ഡ പറ. അപ്പോഴത്തേക്ക് ഞങ്ങൾ വരാം. തമിഴ്നാട് കാണുന്നുണ്ടോ ഗൈസ്? ടിപ്പിക്കൽ തമിഴ്നാട്. രാത്രിയിലെ തമിഴ്നാട് ഇങ്ങനെയാണ് ഗൈസ്. 290 രൂപയുടെ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയും? കുറവാ. 70 രൂപയുടെ ജിഗർദണ്ഡ. നമ്മൾ മധുരൈ ജിഗർദണ്ഡ സംഭവം എല്ലാവർക്കും ഫേമസ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. ബട്ട് എനിക്ക് കുടിച്ചത് ഏറ്റവും ബെസ്റ്റ് ഇവിടുത്തെയാണ്. മധുരം അടിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല മധുരം. അതുകൊണ്ട് ഇത് ഒരെണ്ണേ പറയാവൂ. 110 സ്പെഷ്യൽ ഉണ്ടായിരുന്നു, അതിനകത്ത് പാലടയാണ് ഉള്ളത്. അതും കൂടെ അതിന്റെ തീരുമാനമായിരുന്നു. ഞാൻ കുടിക്കാൻ പോകുന്നു ഗൈസ്. ആ പീസ് കൂടെ എടുത്ത് തിന്ന്. എങ്ങനെയുണ്ട് അവരും? അമ്പലപ്പുഴ പാൽപ്പായസം പോലെ ഉണ്ട്. ആദ്യമായിട്ടായിരിക്കും ജിഗർദണ്ഡയ്ക്ക് ഇങ്ങനെ റെഫറൻസ്. പാൽപ്പായസത്തിന്റെ ഒരു ഇതുണ്ട്. പാലടയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. പാൽപ്പായസത്തിന്റെ രുചി. എടുത്തു തരണം കൈ. മടിയായിരുന്നില്ല വീഡിയോ. അപ്പോൾ ഇതൊരെണ്ണം തന്നെ അധികമാണ് ഗൈസ്. ഇത് 3 മേടിച്ചായിരുന്നെങ്കിൽ കിറിയും പോയാട്ടോ. അതാ ഞാൻ പറഞ്ഞ ഒരെണ്ണം മതിയിരുന്നു. എടാ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? പൊറോട്ടയും ചിക്കനും നല്ലായിരുന്നു. റേറ്റ് കുറച്ചധികം കൂടുതലാണേലും കൊള്ളാം. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, അല്ല കൊള്ളാം. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ കൂടുതലാണ്. നാട്ടുകോഴി ആയിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ ഒരു കോഴിയുടെ പകുതി ഉണ്ട് ഒരു പീസ് പാക്കറ്റ്. രണ്ടും ഒരുമിച്ചല്ല കിട്ടുന്നത്. എന്തോ ഇതായിട്ട് എന്തോ ഒരു ബണ്ടിൽ പോലെയാണ് കിട്ടുന്നത്. ബണ്ടിലല്ല, അതായത് ഹാഫ് കോഴി ഫ്രൈ. ഹാഫ് കോഴി ഫ്രൈ ആ. അപ്പൊ അത് ഒരെണ്ണത്തിന് എത്ര വരുന്നത്? 290 രൂപ. രണ്ടെണ്ണം പറഞ്ഞു. രണ്ടല്ല 3 നാട്ടുകോഴി പിച്ചുപോട്ടും കൂടെ പറഞ്ഞു. പിച്ചിപ്പോട്ടും കൂടെ പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, റേറ്റ് കൂടുതലാ. പക്ഷെ ഫുഡ് ഒക്കെയാണ്. ഫുഡ് നല്ല. ഭയങ്കര തിരക്ക് ഗൈസ്. പിന്നെ ഇവിടെ 250 ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് അല്ല, ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ 2 വീഡിയോ ഇട്ടിട്ടു. ഇതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ ചേർത്തല്ലേ. അപ്പോൾ ഇനി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. തമിഴ്നാട്ടിൽ നിന്നൊരു ബൈ.